Open School welcomes you to another brand new video. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു പുതിയ കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറയാനാണ്. ഇപ്പം നമ്മുടെ പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2 ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരും എന്ന് പറയുന്നത് പോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇതിന്റെ ക്ലാസ്സുകൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് നോക്കാം. ഇനി റഫ്ലി ഇന്ന് മുതൽ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് അബൌട്ട് 60 ഡേയ്സിന് അടുത്തുണ്ട് നിങ്ങളുടെ എക്സാം ഡേറ്റിന്. അപ്പോൾ ഒരുപാട് നാൾ മുന്നേ പ്രിപ്പയർ ചെയ്യാൻ കഴിയാത്തവർക്കും അല്ല ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ലെസൺസ് ആണ് നമ്മൾ തയ്യാർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഓക്കെ റൈറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഇസ് ഫോർ പ്രൊബേഷൻ ഓഫീസർ. ഇപ്പോൾ ഗ്രേഡ് 2 പ്രൊബേഷൻ ഓഫീസറിന്റെ എക്സാമിന് നിങ്ങൾ ഓൾറെഡി അപേക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അപേക്ഷിക്കാനുള്ള ഡേറ്റ് ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ആ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് വാട്ട് വി ആർ ഡൂയിങ് ഈസ് നിങ്ങൾക്ക് എന്താ പറയേണ്ടത്, കീ ടോപ്പിക്സിൽ അതിൻ്റെ ഗൈഡൻസ് തരുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി ടെക്നിക്സ് തന്നെ നമ്മൾ ഇതിലൂടെ കംപ്ലീറ്റ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇനി സിലബസിന്റെ ഒരു ഫോക്കസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പ്രൊബേഷൻ ഓഫീസറിന് ജനറൽ നോളജ് ഉണ്ട്, സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, സോഷ്യൽ വർക്ക് ഉണ്ട്. ഇതെല്ലാം കൂടെ അടങ്ങിയത് തന്നെയാണ് നമ്മുടെ സിലബസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അപ്പം സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ആഴ്ചയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു വീക്ക്ലി പ്ലാൻ ആണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, റിവൈസ് ചെയ്യണം, നമുക്ക് മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം അല്ലേ, മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കണം. അങ്ങനെ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു മുമ്പോട്ട് പോകാം എന്നുള്ളത്. സോ സിലബസിന്റെ കാര്യം ജസ്റ്റ് ക്വിക്ക് ആയിട്ടൊന്ന് പറയാനാണെങ്കിൽ പാർട്ട് 1 ജനറൽ നോളജ്, കറന്റ് അഫയേഴ്സ് ആൻഡ് കേരള റെനസൻസ്, ഇത്രയാണ് പാർട്ട് 1 വരുന്നത് അല്ലേ. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ഇതിനകത്ത് വരുന്നത്, കേരളത്തിന്റെ റെനസൻസ് ആണ് നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് നോക്കാനുള്ളത്. ഇപ്പൊ കീ ടോപ്പിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രിയാമ്പിൾ ഉണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ പഠിക്കണം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ആൻഡ് സെന്റർ സ്റ്റേറ്റിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്. ഇനി സോഷ്യൽ സർവീസ് ലെജിസ്ലേഷൻസ് ലൈക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ കുറിച്ച് നമുക്ക് പഠിക്കണം, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ടിനെ കുറിച്ച് നമുക്ക് പഠിക്കണം, ഫുഡ് സെക്യൂരിറ്റി ആക്ടും ഇതിൽ കവേർഡ് ആണ്. നമ്മൾ സോഷ്യോളജിയുടെ കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സോഷ്യൽ വർക്കിന്റെ ഫണ്ടമെന്റൽസ് മുഴുവനും ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ എന്താ പറയേണ്ടത്, അതിന്റെ ഡെഫിനിഷൻ വരുന്നത്, ഒബ്ജക്റ്റീവ്സ് വരുന്നത്, പ്രിൻസിപ്പിൾസ് വരുന്നത്, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്ത് പോകും. ഇനി മറ്റ് അനേകം ടോപ്പിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെവലപ്മെന്റൽ സൈക്കോളജിയും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നു, കേസ് വർക്ക് ഇതിന്റെ ഭാഗമായിട്ട്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ മോഡൽസ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇതിനകത്ത് റെലവെന്റ് ആയിട്ടുള്ള ലെജിസ്ലേഷൻസ് നമുക്ക് നോക്കാനുണ്ട്, ലൈക്ക് പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ഈ ആക്ടുകളൊക്കെ നമുക്ക് ഇതിനകത്ത് നോക്കാനുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് ദ പാർട്ട് 2. ആൻഡ് പാർട്ട് 3 സോഷ്യൽ വർക്കിന്റെ കാര്യമാണ്. അപ്പൊ സോഷ്യൽ വർക്കിന്റെ പ്രിൻസിപ്പിൾസ്, പിന്നെ അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ഡെവലപ്മെന്റൽ സൈക്കോളജി, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ മോഡൽസ് ആൻഡ് ഈ പറഞ്ഞ റെലവെന്റ് ആയിട്ടുള്ള ആക്ടുകളും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റഡി പ്ലാനിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം സ്റ്റഡി പ്ലാൻ നമ്മൾ ഓർഗനൈസ് ചെയ്തേക്കുന്നത് വീക്ക്ലി മോഡ്യൂൾസ് എന്ന നിലയിലാണ്. അപ്പോൾ ഓരോ വീക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്, ആ സിലബസിനെ പല സെക്ഷൻസ് ആയിട്ട് തിരിച്ച് ഓരോ സെക്ഷൻ വൈസ് നമ്മൾ കവർ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കൊരു പ്രോഗ്രസീവ് സ്റ്റൈലിൽ കംപ്ലീറ്റ് മെറ്റീരിയൽസ് നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ട് കഴിയും. അപ്പൊ അതിന്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ ആണ് ഇവിടെ ഉള്ളത്. വീക്ക് 1 ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിൽ ഇതിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷനും ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു ബ്രീഫ് ഓവർവ്യൂ മാത്രമാണ് ഞാൻ ഇവിടെ തരുന്നത്. അപ്പൊ വീക്ക് 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ വർക്കിന്റെ ബേസിക്സ് നമ്മൾ അതിനകത്ത് നോക്കുന്നത്. ആൻഡ് പാർട്ട് 1 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അപ്പോൾ അവിടെ പ്രിയാമ്പിളും ഫണ്ടമെന്റൽ റൈറ്റ്സും ഒക്കെ നമുക്ക് ഫസ്റ്റ് വീക്കിൽ കവർ ചെയ്യും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വീക്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേസ് വർക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിനകത്ത് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി, ഈ ഏരിയാസ് നമുക്ക് അതിനകത്ത് കവർ ചെയ്യാം. ഇനി വീക്ക് 3 നോക്കുകയാണെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ് വർക്കും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ മോഡൽസും സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസും അതിനകത്ത് വരും. ഇനി വീക്ക് 4 സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷനും കേരള റെനസൻസും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വീക്കിൽ കവർ ചെയ്യും.
ഇനി 5 to 8 വീക്കുകൾ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ സോഷ്യോളജി, സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ, പിന്നെ മെത്തേഡ്സ് ഇൻ സോഷ്യൽ റിസർച്ച്, അത് കുറച്ച് പഠിക്കാനുള്ളതാണ്. മെത്തേഡ്സ് ഇൻ സോഷ്യൽ റിസർച്ച് എന്നൊക്കെ പറയുന്നത്. ആൻഡ് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു റിവ്യൂ നമ്മൾ ഇതിൻ്റെ ഇടയിൽ നടത്തും. ആൻഡ് ഒരുപാടധികം മോക്ക് ടെസ്റ്റുകൾ, ഡെയിലി ക്വിസ് മുതൽ തുടങ്ങി മോക്ക് ടെസ്റ്റുകൾ ഒരുപാടധികം ഉണ്ടാകും. ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അപ്രോക്സിമേറ്റ്ലി ഇനിയുള്ള ആ ടൈമിലാണ് പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ ഒരു 5 to 6 hours ഓരോ ദിവസവും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പം മൺഡേ ത്രൂ ഫ്രൈഡേ നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നു. സാറ്റർഡേ സൺഡേ നമുക്ക് റിവ്യൂ ചെയ്യാനും, അതേപോലെ എന്താ പറയേണ്ടത്, ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കാൻ സാധിച്ചില്ലാതെ വന്നു എന്നിരിക്കെ സാറ്റർഡേ സൺഡേ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആ ഒരു ബഫർ എന്ന നിലയിൽ നമുക്ക് സാറ്റർഡേ സൺഡേ അവിടെ ഇത് വെക്കുകയും ചെയ്യാം. ഓക്കെ, റൈറ്റ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ കോഴ്സ് എങ്ങനെയാണ് നമ്മൾ ഡെലിവർ ചെയ്യുക എന്നുള്ളത്. അപ്പം ആസ് യൂഷ്വൽ നമ്മുടെ ആ ഒരു റെഗുലർ മോഡൽ അറിയാമല്ലോ. നമ്മൾ എന്താ പറയേണ്ടത്, യൂട്യൂബിലാണ് നമ്മുടെ ലെസൺസ് കംപ്ലീറ്റ്, വീഡിയോ ലെസൺസ് കംപ്ലീറ്റ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ഓപ്പൺ ടു ദ പബ്ലിക്. അതിനിപ്പം നിങ്ങൾ നമ്മുടെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുകയോ ഒന്ന് രജിസ്റ്റർ ചെയ്യുകയോ ഒന്നും ആവശ്യമില്ല. ആകെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനകത്ത് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കണ്ട് പഠിച്ചു പോകാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ പ്രൊബേഷൻ ഓഫീസറിന്റെ കോഴ്സിന് നമ്മൾ ഒരു ഗോൾഡ് ബാച്ചും കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗോൾഡ് ബാച്ച് എന്ന് പറയുന്നതിന് ഒരു 1 time ഫീ ഓഫ് 700 rupees ഇവിടെയുണ്ട്. ഈ 700 rupees എന്ന് പറയുന്നത് ആ ഒരു മെമ്പർഷിപ്പ് ഫീ എന്ന നിലയിൽ ജസ്റ്റ് നമ്മുടെ ആ ഒരു ഓപ്പൺ സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കവർ ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ ലെസൺസ് ഓൾറെഡി ഫ്രീ ആയിട്ട് ഫുൾ സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ളത് യൂട്യൂബിൽ ഉണ്ടാകും. ഇനി ഈ ഗോൾഡ് സ്റ്റുഡൻസ് ഗോൾഡ് മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് ബെനിഫിറ്റ്സ് ഇവിടെയുണ്ട്. അതായത് നിങ്ങൾക്ക് ഇതിന്റെ കംപ്ലീറ്റ് നോട്ട്സ് കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് നോട്ട്സ് അത് പ്രിന്റബിൾ ഫോമാറ്റിലാക്കിയായിരിക്കും അത് തരിക. നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യേണ്ടി വന്നാൽ അത് പ്രിന്റ് ചെയ്തെടുക്കാം. ആൻഡ് കൃത്യമായി സിലബസിനെ ഫോളോ ചെയ്തുകൊണ്ടുള്ള നോട്ട്സ് ആയിരിക്കും അത്. അതേപോലെ MCQs ഉണ്ടാകും. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈസി ടു ഫോളോ ടൈപ്പ് നോട്ട്സ് ആയിരിക്കും അവിടെ ഉണ്ടാകുക. ആൻഡ് ഒത്തിരി അധികം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഈ നോട്ട്സിന്റെ കൂടെ ലഭിക്കും. ഇതിന് പുറമെയാണ് എന്താ പറയേണ്ടത്, ക്വിസും മോക്ക് ടെസ്റ്റും ഒക്കെ കണ്ടക്ട് ചെയ്തത്. അപ്പം വീക്ക്ലി ക്വിസസ്, ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഡെയിലി ക്വിസ് ഉണ്ട്. ഇപ്പൊ ഡെയിലി, വീക്ക്ലി ആൻഡ് മോക്ക് ടെസ്റ്റ്, ഇതാണ് ശരിക്കും എന്താ പറയേണ്ടത്, ആ ഒരു ടൈം മാനേജ്മെന്റിനും നമ്മളെ ആ ഒരു എക്സാം റെഡിനെസ്സിനും പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത് ഇത് ഇത്രയാണ്. ഇനി സ്പെഷ്യൽ ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും, അതും ഗോൾഡ് സ്റ്റുഡൻസിന് തന്നെയാണ്. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ടോപ്പിക്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യും. അതോടൊപ്പം എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ആ ഒരു എക്സാം സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ എന്താ പറയേണ്ടത് ഈ ക്ലാസ്സസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ദെൻ 24 hours ഡൗട്ട് ക്ലിയറൻസിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുള്ള പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. ഓക്കെ, കാരണം നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരേണ്ടത് ഞാൻ എന്ന ഈ ഒരു വ്യക്തി തന്നെയാണ്. എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്ക് മറ്റ് ഒരു 3-4 ടീച്ചേഴ്സിന്റെ ഹെൽപ്പും കൂടി എനിക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ടീമായിട്ടായിരിക്കും നിങ്ങളുടെ ഈ ഡൗട്ടിന്റെ ക്ലിയറൻസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, നമ്മൾ ICDS, പ്രൊബേഷൻ ഓഫീസർ, ഈ പരീക്ഷകളൊക്കെ ഇംഗ്ലീഷിലാണല്ലേ അതിന്റെ ചോദ്യ പേപ്പർ വരിക. അപ്പം പല സ്റ്റുഡൻസിനും പറ്റുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ചോദ്യ പേപ്പറിലെ ചോദ്യം വായിച്ച് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നു എന്നുള്ളത്. അപ്പൊ ഇതുകൊണ്ട് രണ്ടാണ് കാര്യങ്ങൾ. ഒന്നുകിൽ നമ്മൾ അത് തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന്റെ തെറ്റായ ഉത്തരം മാർക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. രണ്ട്, അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കി വരുമ്പോഴേക്കും നമുക്ക് ടൈം മാനേജ്മെന്റ് ഒരു പ്രോബ്ലം ആയിട്ട് വരും. നമുക്ക് സമയം തികയാതെ വരും. അപ്പം ആക്ച്വലി നിങ്ങൾ നല്ലതുപോലെ പ്രിപ്പയർഡ് ആയി, നല്ല നോളജ് നിങ്ങൾക്ക് ആ സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുണ്ട്, പക്ഷേ ക്വസ്റ്റ്യനിലുള്ള ഒരു കുരുക്ക് കാരണം അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. കുരുക്കെന്നല്ല, നമ്മൾ അതിൻ്റെ ലാംഗ്വേജ് എന്ന് തന്നെ പറയട്ടെ, നല്ല ഇച്ചിരി ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു റെമഡി എന്ന നിലയിൽ വാട്ട് വി വിൽ ഓൾസോ ഡു ഈസ്, നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ മനസ്സിലാക്കി എടുക്കാം. അപ്പം ക്വസ്റ്റ്യൻസിന് നമ്മളൊരു സൈറ്റേഷൻ സ്പ്ലിറ്റ് പോലെ നടത്തി എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാം എന്നുള്ളത്, അതും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസിനെ മനസ്സിലാക്കണം. ഇതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര തരം ചോദ്യങ്ങൾ അവർ ചോദിക്കാറുണ്ട്,
മാച്ച് ദ ഫോളോയിങ് വരും, എന്താ പറയേണ്ടത്, പിന്നെ അസേർഷൻ റീസൺ വരും. അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. ഈ ഓരോ തരത്തിൽ വരുന്ന ചോദ്യത്തിനും അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും ഓരോ ഡിഫറെൻറ്റ് സ്ട്രാറ്റജിയാണ്. അപ്പം 7 or 8 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതിന് ഓരോന്നിനും നമ്മളൊരു സ്ട്രാറ്റജി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ സ്ട്രാറ്റജി എന്താണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കഴിയുവാണെന്നുണ്ടെങ്കിൽ അബ്സല്യൂട്ട്ലി ദർ ഇസ് നോ പ്രോബ്ലം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നും വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. ആൻഡ് നമ്മുടെ മോക്ക് ടെസ്റ്റ്, ഡെയിലി ക്വിസ്, വീക്ക്ലി ക്വിസ് ആൻഡ് നിങ്ങൾക്ക് നോട്ട്സിന്റെ കൂടെ ലഭിക്കുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ഇത് കംപ്ലീറ്റ് എന്താ പറയേണ്ടത്, ആ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് ആ ഒരു സ്റ്റൈൽ, ആ ഒരു ലെവൽ ഓഫ് ലാംഗ്വേജ് ഒക്കെ കീപ്പ് ചെയ്ത് തന്നെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഓരോന്നും പ്രത്യേകം ശ്രദ്ധയോടെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. എല്ലാം ഹാൻഡ് പ്രിപ്പയർഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾക്ക് ഇതിന് ലഭിക്കുക. ആൻഡ് റെപ്പിറ്റേറ്റീവ് ക്വസ്റ്റ്യൻ നമ്മൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ ഒരു ഗൈഡിൽ നിന്നോ എവിടെ നിന്നോ നമ്മൾ ക്വസ്റ്റ്യൻസ് എടുക്കുന്നില്ല. നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് PSC ചോദിച്ചിട്ടുള്ള മുൻകാലത്തെ ചോദ്യങ്ങൾ നമ്മളെടുത്ത് ആ ചോദ്യങ്ങളെ അനലൈസ് ചെയ്ത് അതിന്റെ ബേസിസിലാണ് എന്താ പറയേണ്ടത്, ഒരു 7-8 പാരാമീറ്റേഴ്സ് ആയിട്ട് നമ്മൾ അതിനെ തിരിച്ചിട്ടുണ്ട്. ആ പാരാമീറ്റേഴ്സിന്റെ ബേസിസിലാണ് നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി തരുന്നത്. ഓക്കെ, നമുക്കൊരു അനാലിസിസ് നടത്തിയാൽ വി ക്യാൻ ഈവൻ അണ്ടർസ്റ്റാൻഡ് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചു വരുന്നതിനൊരു ട്രെൻഡ് ഉണ്ടോ എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. PSCയുടെ ഒരു 4-5 പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നാലും PSCക്ക് ഒരു പുതിയ തരത്തിലുള്ള ഒരു ചോദ്യ പേപ്പർ അവർക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ടൈപ്സ് മാറില്ല. ആസ് ലോങ് ആസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഈ 6 to 7 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും അതിനകത്ത് വരിക. കാരണം അത്രയും തരത്തിലുള്ള ചോദ്യങ്ങളേ ഉള്ളൂ. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാടധികം ഇരുന്ന് പഠിച്ചിട്ട് നമുക്കറിയാവുന്ന ഒരു സംഗതിയെക്കുറിച്ച് നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരം ആ ലാംഗ്വേജിന്റെ ഡിഫിക്കൽട്ടി കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് ഒരു വലിയൊരു നഷ്ടം തന്നെയല്ലേ. അപ്പം അതും നമ്മൾ ഇതിനകത്ത് പരിഹരിച്ചു പോകുന്നതാണ്. ഒരു സ്പെഷ്യൽ ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഇനി ചെയ്യേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയുടെ അതേപോലെ പ്രൊബേഷൻ ഓഫീസറിന്റെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 2 ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ഒന്ന് നമ്മുടെ വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പിൽ, ഇത് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഈ വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്താ പറയേണ്ടത്, ഗോൾഡ് മെമ്പർഷിപ്പ് എടുക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പം സ്റ്റഡി ഗ്രൂപ്പിൽ അപ്പോഴപ്പോഴിടുന്ന വീഡിയോസിന്റെ അപ്ഡേറ്റ്സ് അവിടെ വരും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതിനുള്ള ആൻസേഴ്സ് ഞാൻ തരും. എന്നാലാകുന്ന എല്ലാ തരത്തിലുള്ള ഹെൽപ്പും നിങ്ങൾക്ക് അവിടെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് സ്റ്റഡി ഗ്രൂപ്പിലും ആ ജനറൽ സ്റ്റഡി ഗ്രൂപ്പിലും നമ്മൾ ക്വിസസ് കണ്ടക്ട് ചെയ്യും. നിങ്ങൾക്കും മോക്ക് ടെസ്റ്റ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഗോൾഡ് ബാച്ചിന് കൊടുക്കുന്ന പോലെ അത്ര ഫ്രീക്വന്റ് ആയിട്ടായിരിക്കില്ല അത് വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി രണ്ടാമത്തെ ഒരു ലിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡ് ബാച്ച് ജോയിൻ ചെയ്യുന്നതിനുള്ള ഒരു ഗൂഗിൾ ഫോമാണ്. അപ്പൊ ഈ ഫോമിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങൾ ചോദിച്ച് എങ്ങനെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം എന്നുള്ളതിന്റെ ഡീറ്റെയിൽസും കൂടെ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഫോമാണ് ഈ രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത്. ആ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ ഒരു 3-4 അവേഴ്സിനുള്ളിൽ ഞാൻ നിങ്ങളെ തിരിച്ചങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് വി വിൽ ഡു ദ നീഡ്ഫുൾ ആൻഡ് arrange your course എന്നുള്ളത് തന്നെയാണ്. സോ ഡസ് ഇറ്റ് സൗണ്ട് സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്കിത് ചെയ്ത് എടുക്കാം എന്നുള്ളതാണ്. ഓൾറെഡി ഇതേ മോഡൽ ഫോളോ ചെയ്ത് നമ്മൾ ICDSന്റെ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്ലാസ് ഓൾമോസ്റ്റ് 1000 സ്റ്റുഡൻസ് ആ ഒരു ബാച്ചിൽ ക്ലാസ് അവർ പഠിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ ആവശ്യം അനുസരിച്ചുള്ള വീഡിയോസും ലെസൺസും ഒക്കെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്ത് അവിടെയും നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, സോ thank you very much for watching this video and wish you all the very best. Have a great day ahead. And description box link ഉപയോഗിച്ച് നിങ്ങൾ വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ആൻഡ് ഗോൾഡ് ബാച്ചിന്റെ അംഗമാകണമെങ്കിൽ ആ ഫോമും കൂടെ അതിനോടൊപ്പം ഫില്ല് ചെയ്യുക. ഇൻ എനി കേസ് നിങ്ങൾ സ്റ്റഡി ഗ്രൂപ്പിന്റെ അംഗമാവുക. Alright, so thank you very much for watching this video. Have a great day ahead. Thank you.